മുഹമ്മദ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഇതുവരെ ഖുർആനും ഹദീസും ഫിഖ് ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചും മൗലവിമാരുടെ വയലിൽ കേൾപ്പിച്ചും ചിരിക്കുകയായിരുന്നു. അല്ലേ മുഹമ്മദ്? മുഹമ്മദിന് അത് കേട്ടപ്പോ, മുഹമ്മദ് ഷഹാൻ എന്ന വിശ്വാസിക്ക് അത് കേട്ടപ്പോ ഞങ്ങൾ പരിഹസിക്കുകയാണ് എന്ന് തോന്നി. ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വാസികളായ ആളുകൾക്കെല്ലാം അത് ഒരു തമാശയാണ് എന്ന് തോന്നി എല്ലാവരും ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കിതാബുകള്, നമ്മൾ വായിച്ചു കേൾപ്പിച്ച കിതാബുകള് എഴുതപ്പെട്ട കാലത്ത് അത് എഴുതുന്നവർക്കോ അത് വായിക്കുന്നവർക്കോ ആർക്കും ഇത് പരിഹാസ്യമായ കാര്യമാണ്, ഇത് ഇമ്മോറലായ കാര്യമാണ് എന്ന് തോന്നാതിരുന്നതും, അത് പച്ച മലയാളത്തിൽ പോലും പരിഭാഷപ്പെടുത്തി നമ്മുടെ ദർസുകളിൽ പഠിപ്പിക്കാൻ തോന്നിയതും എന്ന് മുഹമ്മദ് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ പറയുന്നത് ഒന്ന് കേൾക്കുക. ഈ ഫത്തുൽ മുഈൻ എന്നുള്ള കിതാബാണ് ഇപ്പൊ ഇവിടെ ഞാനൊക്കെ നേരത്തെ വായിച്ചത്. അത് എനിക്ക് തോന്നുന്ന ഒരു 300-400 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു 300 വർഷം മുമ്പ് ഒരു നിയമ പുസ്തകം എഴുതിയുണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്ര പുസ്തകം എഴുതിയുണ്ടാക്കുമ്പോൾ അതിൽ കച്ചവടത്തിന്റെയും അതുപോലുള്ള വ്യവഹാരങ്ങളുടെയും ഒക്കെ ഉദാഹരണമായിട്ട് അടിമ സ്ത്രീകളെ വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും പണയം വെക്കുന്നതിന്റെയും ഒക്കെ ഷർത്തും ഫർളും വിവരിച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ 300 വർഷം മുമ്പ് ആ പുസ്തകം എഴുതുന്ന കാലത്ത് ആർക്കും അത് മോശമായ കാര്യമാണ് എന്നോ, അത് നാളെ ഒരു 300 കൊല്ലം കഴിയുമ്പോൾ ഈ ജബ്ബാർ മാഷെ പോലുള്ള ആളുകൾ ഇത് വായിച്ച് ചിരിക്കുമെന്നോ ചിന്തിക്കാൻ അന്ന് കഴിയുമായിരുന്നില്ല. കാരണം അന്നത്തെ ഗുഡും ബാഡും എന്ന് പറയുന്നത് വേറെ അളവുകോല് വെച്ച് ഉള്ളതായിരുന്നു. നമ്മുടെ പുതിയ അളവുകോലുകൾ വരികയും പഴയ അളവുകോലുകളൊക്കെ കാലഹരണപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇപ്പൊ ഈ നടക്കുന്ന ചർച്ചയെല്ലാം മുഹമ്മദ് ഷഹാന് പോലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം നമുക്ക് ചരിത്രപരമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മുഹമ്മദിന് എന്താണ് മനസ്സിലായത് എന്നൊരു 2 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ സാർക്കാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ കുറെ റൂൾസ് ഇവിടെ ഇങ്ങനെ കുറെ ഷെയർ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സാർക്കാസ്റ്റിക് ടോൺ ആണ് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അസ്യൂം ചെയ്തു നിങ്ങൾ മോറൽസിനെയാണ് ഒബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് ടു ബിലീവ് ഇറ്റ് ഗുഡ് ആൻഡ് ഈവിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഒബ്ജക്റ്റീവ്ലി ഗുഡ് ആൻഡ് ഈവിൽ പ്രൂവ് ചെയ്തു തരാൻ പറ്റുമെന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും മനസ്സിലായല്ലോ. സാപ്പിയൻസ് വായിച്ചു, യുവാൽ ഹരാരിയുടെ സാപ്പിയൻസ് മുഴുവൻ വായിച്ചു മുഹമ്മദ് ഷഹാൻ? യെസ്, വായിച്ചു. അതിൽ പറഞ്ഞ കാര്യങ്ങള് ഒക്കെ മനസ്സിലായോ, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ വായിച്ചിട്ട്? ഇല്ല, കാരണം ഞാൻ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയിലേക്ക് നമുക്ക് വരാം. ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ആർക്ക് ആവശ്യമുള്ളതാണ്? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു ഒരാളെന്ന് വിചാരിക്കും, അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? അതിന്റെ ആൻസർ അല്ല, അത് തിയോളജിക്കൽ ഡിസ്കഷനാണ്. താങ്കൾ ടോപ്പിക് മാറ്റാണ്. ടോപ്പിക് മാറ്റല്ല, അതെന്താ? നമ്മള് മൊറാലിറ്റിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. മൊറാലിറ്റി എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇമ്മോറൽ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ, മോറൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇമ്മോറൽ ആണെന്ന് പൊതുവെ കരുതുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല. പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ഇമ്മോറൽ ആയിട്ട് പ്രവർത്തിച്ചു? ഇസ്ലാമിക് തിയോളജിയില് ജീവിതം, ഇസ്ലാമല്ല, നമ്മൾ ഇസ്ലാമിനെ വിട്. നമ്മള് അല്ല, എനിക്ക് ആ പൊസിഷനിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, കാരണം ഞാൻ മുസ്ലിം. അപ്പം ഇസ്ലാമിനെ കുറിച്ചാണ് ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചോണ്ട് എനിക്കും സംസാരിക്കാം. അപ്പോ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് എനിക്കും വരാൻ പറ്റില്ല. കാരണം ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടാവുക. ഞാൻ ഇസ്ലാമിന്റെ പുറത്ത് കടന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആർക്കാണ് ബുദ്ധിമുട്ട് വരിക? ഇസ്ലാമിന്റെ കാര്യം പറയണ്ട, ഉദാഹരണം പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയൂ. ഇപ്പൊ ഞാന് പോക്കറ്റ് അടിച്ചു, അല്ലെങ്കിൽ ഞാൻ മുഹമ്മദ് ഷഹാന്റെ വീട്ടിൽ വന്നിട്ട് താങ്കളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീയെ ഞാൻ ബലാത്സംഗം ചെയ്തു, അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? റേപ്പ് ചെയ്യപ്പെട്ട വിക്ടിമിനും വിക്ടിമിന്റെ ഫാമിലിക്കും.
വിക്ടിമിനും വിക്ടിമിന്റെ ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ യെസ് ഈ പ്രശ്നം ദൈവത്തിൻ്റെതല്ല. ഞാനും ഷഹാന്റെ ഫാമിലിയും തമ്മിലുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ പ്രശ്നമാണ്. ഇത്രയും മനസ്സിലായോ? യെസ് അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യർ അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നത് മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിയുടെ സംഘജീവിതത്തിന് സുഗമമായി മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് സംഘജീവിയായ മനുഷ്യൻ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ മൊറാലിറ്റി നിലനിർത്തി പോകുന്നത്. ഞാൻ മുഹമ്മദിന്റെ വീട്ടിൽ വന്നിട്ട് പോക്കറ്റ് അടിക്കുകയോ കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മുഹമ്മദിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ മുഹമ്മദ് എന്റെ വീട്ടിൽ വന്ന് ചെയ്താൽ എനിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും സമൂഹത്തിൽ ഓരോ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ മനുഷ്യരെല്ലാവരും ഓക്കെ കൂടെ മാഷെ, ചേർന്നിട്ട് ആ ഞാൻ കാര്യം പറയട്ടെ. മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് ആ ഡാർവിനിയൻ എവല്യൂഷനിൽ ആകെ ഹ്യൂമൻ ലൈഫിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. അത് ഏത് യെസ് അതിലേക്ക് മീൻസിലൂടെയും ഞാൻ വരാം, അച്ചീവ് ചെയ്യുന്നതാണ്. അതിലേക്ക് വരുന്നുണ്ട്. മാഷ് പറഞ്ഞ ഡാർവി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഒരു ജീവിക്ക് ഈ ഡസന്റ് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ഒരു ജീവിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആസ് ലോങ് യെസ് ആസ് യെസ് ഇറ്റ് ഐ ഹെൽപ്സ് ഇറ്റ് ടു അഗ്രി. സർവൈവ്. ഞാനത് അംഗീകരിക്കുന്നു. അത് ഓക്കെ, വളരെ ശരിയാണ്. പ്രകൃതിയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഒരു ജീവിക്കും ബയോളജിക്കലായിട്ടോ പ്രകൃതിപരമായിട്ടോ മൊറാലിറ്റി ഇല്ല. പക്ഷേ മനുഷ്യർക്ക് മൊറാലിറ്റി വേണ്ടി വന്നത് മനുഷ്യർ പരസ്പരം സഹകരിച്ചുകൊണ്ട് കൂട്ടമായി ജീവിക്കേണ്ടി വന്നത് കൊണ്ടാണ്. അപ്പോ മനുഷ്യന്റെ കൂട്ടുജീവിതം, സംഘജീവിതം എന്ന് പറയുന്ന ഒരു സംഗതിക്കുള്ളിൽ മാത്രമേ മൊറാലിറ്റിക്ക് സാങ്കത്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാർവീനിയൻ തിയറിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. പ്രകൃതിയിൽ ഒരു കാര്യത്തിനും ഈ പറയുന്ന മൊറാലിറ്റി ഒന്നുമില്ല. കാരണം മനുഷ്യനും ഇല്ല. മനുഷ്യൻ മൊറാലിറ്റി എന്ന് പറയുന്ന മനുഷ്യന്റെ മൊറാലിറ്റി ഇന്നത്തെ മൊറാലിറ്റി ഇന്നലത്തെ മൊറാലിറ്റി ഒക്കെ വ്യത്യാസമുണ്ട്. ഞാൻ അതിലേക്കാണ് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനിൽ മൊറാലിറ്റി ഇവോൾവ് ചെയ്ത് ഉണ്ടായത് എന്നതിന്റെ ചരിത്രമാണ് സേപ്പിയൻസിൽ യുവാൽ ഹരാരി പറയുന്നത്. വേട്ടക്കൂട്ടങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് 100 150 മനുഷ്യര് ഒരുമിച്ച് വേട്ടയാടി ആ വേട്ടയാടി കിട്ടുന്നത് പങ്കുവെച്ച് ജീവിച്ചിരുന്ന കാലത്ത് ആ 150 പേര് പരസ്പരം പാലിക്കേണ്ട ചെറിയ ചട്ടങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ മൊറാലിറ്റി. അതേ സമയത്ത് തൊട്ടപ്പുറത്ത് വേറൊരു വേട്ടക്കൂട്ടം ഉണ്ടെങ്കിൽ ആ വേട്ടക്കൂട്ടത്തിലെ മനുഷ്യർ ഇവരുടെ മൊറാലിറ്റിയുടെ പരിധിയിൽ വരുമായിരുന്നില്ല. അത് കഴിഞ്ഞ് മനുഷ്യർ കുറച്ചുകൂടെ വലിയ ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗോത്രത്തിന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ആ ഗോത്രത്തിനകത്തു മാത്രം ബാധകമായ ഒന്നായിരുന്നു. കാരണം ഒരു ഗോത്രം സാമൂഹ്യ ജീവിതം നയിച്ചിരുന്നത് മറ്റു ഗോത്രങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെയായിരുന്നു. അതുകൊണ്ടാണ് ഗോത്രകാലത്തെ മൊറാലിറ്റിയും ഇന്നത്തെ മൊറാലിറ്റിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളും ഖുർആൻ വാക്യങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് പരിഹാസ്യമായി തോന്നാനുള്ള കാരണവും അതാണ്. പക്ഷെ അന്ന് മുഹമ്മദ് നബിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഗോത്രത്തിന്റെ മൊറാലിറ്റിയാണ് നിലനിന്നിരുന്നത് എന്നതുകൊണ്ടാണ്, മറ്റൊരു ഗോത്രത്തിന് ഈ മൊറാലിറ്റി ബാധകമല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ പോയി കൊള്ളയടിക്കുകയും അവിടെ പോയി പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അത് അന്ന് ഒരു ഇമ്മോറൽ ആക്ടിവിറ്റി ആയിരുന്നില്ല. മനുഷ്യന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പുകളിൽ രൂപം കൊണ്ട് വലിയ ഗ്രൂപ്പുകളിലേക്ക് വികസിച്ചു വന്ന ഒന്നാണ്. ഇന്ന് പക്ഷേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഗ്രൂപ്പുകളിലോ ഗോത്രങ്ങളിലോ അതല്ലെങ്കിൽ രാജ്യങ്ങളിൽ പോലുമല്ല, മറിച്ച് ഒരു ആഗോള മനുഷ്യനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. രാജ്യങ്ങൾക്ക് അതിർത്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം വ്യവഹാരങ്ങൾ, പലതരം വ്യവഹാരങ്ങളിൽ ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആഗോള കാലത്തെ മനുഷ്യന്റെ മൊറാലിറ്റിയും ഈ ഗോത്രകാലത്തെ മൊറാലിറ്റിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കളിയാക്കി ചിരിക്കാനും അത് കളിയാക്കി ചിരിക്കുന്നത് കേട്ടിട്ട് മതവിശ്വാസിയായ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നാനും കാരണം. ഇനി ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. അതായത് ഇപ്പൊ ഡാർവീനിയൻ തിയറി അനുസരിച്ച് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അതാണ് ശരി. അത് ശരിയല്ല, അതാണ് പ്രകൃതി നിയമം. പ്രകൃതിയിലുള്ള നിയമങ്ങളും
മനുഷ്യന്റെ മൊറാലിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും, കാര്യമായ ഒരു ബന്ധവുമില്ല. പക്ഷെ ഇല്ല, തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടെ. ചില ജന്മവാസനകൾ നമ്മുടെ മൊറാലിറ്റിക്ക് അടിസ്ഥാനമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള ജന്മവാസനകളും നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ സോഷ്യൽ ലൈഫിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജന്മവാസനകളെ മാത്രം നമ്മൾ മൊറാലിറ്റി ആയിട്ട് വികസിപ്പിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നേരത്തെ കറൻസിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കഥകൾ തന്നെയാണ്. അതല്ലാതെ വേറെ ആരും എവിടുന്നും കൊണ്ടു തന്നതോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതോ അല്ല. ഈ കഥകൾ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയത്? നമ്മൾ സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയുടെ സർവൈവൽ എന്നതാണ് പ്രകൃതിയിൽ പ്രധാനമെങ്കിൽ ഒരു സമൂഹത്തിന്റെ സർവൈവൽ എന്നതാണ് നമുക്ക് സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യന് പ്രധാനം. അതുകൊണ്ടാണ് മനുഷ്യർ ഇന്ന് ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന പ്രകൃതി നിയമത്തെ തീർത്തും നിരാകരിച്ചുകൊണ്ട് ശാരീരികമായ വൈകല്യമുള്ള ആളുകൾക്കും എന്തെങ്കിലും അത്തരത്തിലുള്ള ജീവിക്കാൻ പ്രകൃതിപരമായിട്ട് ഒരു അർഹതയും ഇല്ല എന്ന് പറഞ്ഞ് തള്ളാവുന്ന മനുഷ്യരെ പോലും നമ്മൾ തുല്യ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട്, ഇപ്പൊ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുത്തുകൊണ്ട് അവർക്കും നമ്മളെപ്പോലെ തുല്യമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊരു തത്വം നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമ്മുടെ മൊറാലിറ്റി മാറിയിട്ടുള്ളത്. ഇന്ന് ആഗോള മനുഷ്യന്റെ മൊറാലിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത്, നമ്മുടെ അളവുകോല് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്, കൃത്രിമമായ ഒരു കഥയാണ്. ആ കഥയുടെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്. ഈ മാനവികത മതം പോലെ തന്നെ മനുഷ്യനുണ്ടാക്കിയ മറ്റൊരു കഥയാണ്. മതങ്ങളും കഥകളാണ്. ആ കഥകളും ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആധുനിക കഥയും എല്ലാം നുണകളാണ്. പക്ഷെ പഴയ നുണകൾ ഇന്ന് നമുക്ക് ഉപകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ നുണകൾ, പുതിയ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ ഗോത്രകാലത്തെ 6-ാം നൂറ്റാണ്ടിലെ ഒരു നുണക്കഥയെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മൊറാലിറ്റി ഇപ്പോഴും കിതാബുകളിൽ നിലനിൽക്കുന്നത്. പക്ഷെ ആ കിതാബുകളിലുള്ള മൊറാലിറ്റി പോലും ഇന്ന് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ കാരണം നിങ്ങൾ പുറത്തു നിന്ന് ഇന്നത്തെ സമൂഹത്തിലെ മൊറാലിറ്റി കൂടി കുറെ നിങ്ങൾ അറിയാതെ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫത്വയിൽ മൊയ്ൻ ഓതുമ്പോ അല്ലെങ്കിൽ മൊയ്ലിയാരെ വയലിൽ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നത്. നേരെ മറിച്ച് നിങ്ങളൊരു 300 കൊല്ലം മുമ്പാണ് ജനിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചാൽ ഭക്തി മാത്രമേ തോന്നുള്ളൂ, അല്ലാതെ ഇറിറ്റേഷൻ തോന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം അഥവാ സംഘജീവിതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിൽ, അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യൻ യാഥാർത്ഥ്യമാണ്, മനുഷ്യൻ ഒരു ജന്തുവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരസ്പരം സഹകരിക്കുന്ന ഒരു സാമൂഹ്യ ജന്തുവാണ് മനുഷ്യൻ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ സാമൂഹ്യ ജന്തുവായ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോവാനും മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ സർവൈവ് ചെയ്യാനും വേണ്ടി മനുഷ്യർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ, കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ മുകളിൽ നമ്മൾ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് മാനവികത എന്ന് പറയുന്നത്. ആ മാനവികത എന്ന കഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് മൊറാലിറ്റിയെ അളക്കുന്നത്. അപ്പൊ നമ്മളുടെ അളവുകോല് മാനവികതയാണ്, നിങ്ങളുടെ മതത്തിന്റെ അളവുകോല് ഗോത്രീയതയാണ്. ആ ഗോത്രീയതയിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് നമുക്കത് ഇമ്മോറൽ ആയിട്ട് തോന്നാൻ കാരണം നമ്മൾ ഈ ആഗോള കാലത്തെ ജീവിതത്തിന്റെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കുറെയൊക്കെ മൊറാലിറ്റികൾ നമ്മൾ അറിയാതെ തന്നെ സ്വീകരിച്ചു പോയത് കൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. അപ്പൊ ഈ ഡാർവീനിയൻ സിദ്ധാന്തം അനുസരിച്ച് ഫിറ്റസ്റ്റ് ആയാൽ മാത്രം അതിജീവിച്ചാൽ പോരെ എന്നുള്ളത് പ്രകൃതിയിലെ നിയമമാണ്. പക്ഷെ സാമൂഹ്യ ജീവിയായ മനുഷ്യന് പ്രകൃതിയിലെ നിയമങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കുന്നത്. പ്രകൃതിയിലെ നിയമങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ മനുഷ്യൻ ഇന്നും പ്രാകൃത ഒരു കുരങ്ങനെ പോലെ തന്നെ ജീവിക്കണമായിരുന്നു. നമ്മൾ പരിഷ്കാരത്തിന്റെ പേരിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കൂ, എല്ലാം പ്രകൃതി വിരുദ്ധമാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് തൊട്ട് നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് വരെ എല്ലാം പ്രകൃതി വിരുദ്ധമാണ്. അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധമാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന പ്രകൃതിയുടെ നിയമത്തിനെതിരായിട്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ തുല്യ ഡിഗ്നിറ്റിയോടെ ജീവിക്കട്ടെ എന്നുള്ള നമ്മുടെ ഈ പുതിയ കഥയും. ആ കഥ കൃത്രിമമാണ്, ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ അല്ല. ആ കൃത്രിമമായ കഥ, നമ്മൾ പുതിയ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ കഥകൾ കാലഹരണപ്പെട്ടതുകൊണ്ടും സാമൂഹ്യ ഘടനയും സാമൂഹ്യ ജീവിതവും ഒക്കെ മാറിയത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊറാലിറ്റി കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ക്ലിയർ ആക്കാം.
ഓക്കെ, താങ്കൾ പറഞ്ഞു ഹ്യൂമനിസം ഒരു സ്റ്റോറി മാത്രമാണെന്ന്. ഈ സ്റ്റോറിയിൽ വിശ്വസിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ താങ്കൾക്ക് ഇമ്മോറൽ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് വിളിക്കാൻ തന്നെ എന്തിന്റെ ബേസിസിലാണ് താങ്കൾ വിളിക്കുക? തീർച്ചയായിട്ടും വിളിക്കേണ്ടി വരും. കാരണം മോറൽ എന്നതിന്റെ ഡെഫിനിഷൻ തന്നെ സോഷ്യൽ ഈ പറഞ്ഞ സോഷ്യൽ കഥയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ മോറൽ എന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ ഇമ്മോറൽ എന്നും നമ്മൾ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനമാണ് നമ്മളുടെ കഥ. ആ കഥയാണ് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത്. ആ കഥയുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ അയാൾ ചെയ്യുന്നത് ഇമ്മോറൽ ആണെന്ന് പറയുന്നത്. അങ്ങനെ ഇമ്മോറൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്നും ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിയമങ്ങൾ മൂലം ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അയാളെ വെറുക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ സ്വയം മോറലാവാൻ ശ്രമിക്കുന്നത്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ഒരു വളരെ സുപ്പീരിയർ ആയ ഒരാളുണ്ട്, ഒരു ആൽഫ മെയിൽ. ഈ ആൽഫ മെയിൽ മറ്റുള്ള എല്ലാവരും ഡോമിനേറ്റ് ചെയ്ത് ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നു. മുന്നോട്ട് തന്നെ പോകണ്ട, എല്ലാവർക്കും ഭക്ഷണം ഉണ്ട്, എല്ലാവരും സർവൈവൽ ഒക്കെ എൻഷുർഡ് ആണ്. അതൊന്നുകൊണ്ട് അത് തെറ്റല്ലല്ലോ അങ്ങനെയാണെങ്കിൽ. കാരണം സർവൈവൽ നടക്കുന്നുണ്ട്, അവിടെ പോകണ്ട. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഫാഷിസം പോലത്തെ ഒരു ഐഡിയോളജി എവല്യൂഷന് വെച്ചിട്ട് തെറ്റാതെ എങ്ങനെ പറയാൻ പറ്റും? ഈ അളവുകോൽ വെച്ച് തെറ്റാമെന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ എന്താണ് ഈ അളവുകോലിൽ വെച്ച് ഇല്ല, മൊറാലിറ്റി പറ്റൂല. എന്ന് കാരണം അവിടെ സർവൈവൽ നിർവചിച്ചു. നടക്കുന്നുണ്ട്. നി- അവിടെ നി- സർവൈവൽ നടക്കുന്നുണ്ട്. ഏ? സർവൈവല് എല്ലാ സർവൈവല് മാത്രം നടന്നാൽ പോരാ. എല്ലാവരുടെയും സുഖകരമായ, സന്തോഷകരമായ, സമാധാനപരമായ, സുരക്ഷിതമായ സർവൈവൽ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചട്ടങ്ങളും നിയമങ്ങളും മൊറാലിറ്റി നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് അതിന് തടസ്സം വരാത്ത രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഇമ്മോറൽ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുന്നുവെങ്കിൽ, ഇപ്പൊ ഉദാഹരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സ്വയംഭോഗം തന്നെ പറയാം. ഒരാൾ സ്വയംഭോഗം ചെയ്യുന്നത് അയാളെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് ഇമ്മോറൽ ആണ് എന്നും പറഞ്ഞിട്ട് അയാളെ ശിക്ഷിക്കാൻ ഈ സ്വതന്ത്ര ചിന്തകർ ആരും പറയുന്നില്ല. മറിച്ച് മതങ്ങൾ അത്തരം നിസ്സാരമായ കാര്യങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ മറ്റു വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ ഇമ്മോറലായിട്ട് കാര്യങ്ങൾ പറയായിട്ട് പറയുന്നത്. അതേ സമയത്ത് മറ്റൊരു ഗോത്രത്തെ പോയി കൊള്ളയടിച്ച് ആ ഗോത്രത്തിലെ പെണ്ണുങ്ങളെ പിടിച്ച് റേപ്പ് ചെയ്യുന്നത് ഹലാലാണ് എന്നും പറയുന്നു. സ്വയംഭോഗം ഹറാമാണെന്നും റേപ്പ് ഹലാലാണ് എന്നും പറയുന്ന മൊറാലിറ്റിയാണ് മതം മുന്നോട്ട് വെക്കുന്നത്. കാരണം മൊറാലിറ്റി ആ കാലത്ത് ഗോത്രകാലത്ത് മനുഷ്യന്റെ സാമൂഹ്യ ബോധം അത്രയും ചുരുങ്ങിയതും മനുഷ്യന്റെ അറിവ് മനുഷ്യന്റെ അജ്ഞത അത്രയും ഭീകരവുമായിരുന്നത് കൊണ്ടാണ് ഇത്തരം അസംബന്ധങ്ങൾ ഈ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത്. നമ്മൾ ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആധുനിക കാലത്തിന്റെ മൊറാലിറ്റിയുടെ കഥകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സ്വതന്ത്ര ചിന്ത മെനയുന്നത്. അല്ലാതെ നൂല് പൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടെങ്കിലും ചിന്തിച്ചു പോവുക അല്ല. മാഷ് ഇവിടെ ചെയ്യുന്ന കോൺട്രഡിക്ഷൻ, മാഷ് ഒരു മെറ്റീരിയലിസ്റ്റ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഒരു ഭൗതികവാദം ആ ഒരു ഫിലോസഫിയിലാണ്. എന്നിട്ട് മാഷ് തന്നെ പറയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനെ എപ്പോഴും അനുസരിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് നമുക്ക് അഗെയിൻസ്റ്റ് പോകണം. അതിന്റെ ഒരു ലോജിക് എന്താണ്? ഒരു ജീവി മാത്രമാണെങ്കിൽ അത് മാത്രം അനുസരിച്ച് പോയാൽ പോരെ? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ മൊറാലിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്, വ്യക്തികളുടെ സർവൈവലിന് മാത്രമല്ല. അപ്പൊ ഒരു വ്യക്തിയുടെ സർവൈവലിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഓരോ വ്യക്തിയുടെയും സർവൈവലും സുഖവും സുരക്ഷയും സമൂഹം ഉറപ്പുവരുത്തുകയും വേണം. അങ്ങനെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആധുനിക ധാർമ്മികത എന്ന് പറയുന്നത്. അല്ല, ഇവിടെ ഞാനും താങ്കളും തമ്മിൽ ഫണ്ടമെന്റൽ ഒരു ഡിഫറൻസ് ഇല്ല. കാരണം താങ്കൾ പറയുന്നത് കഥകൾ അങ്ങനെ, താങ്കളും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് തന്നെയാണ്, ഒരു കഥയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും കഥയിൽ വിശ്വസിക്കുന്ന ആളാണ്. കഥയിൽ വിശ്വസിക്കാതെ മനുഷ്യർക്ക് സാമൂഹ്യ ജീവിതം സാധ്യമല്ല. അപ്പൊ നിങ്ങളുടെ മൊറാലിറ്റി ഒരു ഇല്യൂഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇല്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇല്യൂഷൻ ആയിട്ടുള്ള ഒരു കഥയിലൂടെ നമ്മൾ കഥയിൽ വിശ്വസിക്കുകയല്ല. നമ്മൾ ഇപ്പൊ നേരത്തെ കറൻസിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും നരേന്ദ്രമോദി 1000 നോട്ട് നിരോധിച്ചപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന 1000 രൂപ മൂല്യം ഉണ്ടായിരുന്ന ഒരു കടലാസ് വെറും കടലാസ് തുണ്ടായിട്ട് മാറി, അതിന് മൂല്യമില്ലാതായി മാറി. കാരണം ആ കഥ പിൻവലിച്ചു. ഇത് 1000 രൂപയാണ് എന്ന കഥ നമ്മുടെ ഗവൺമെന്റ് പിൻവലിച്ചു. അതോടുകൂടി ആ കഥയിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ലാതായി. അത് വിശ്വാസമല്ല, യഥാർത്ഥത്തിൽ അത് ഫെയ്ത്ത് അല്ല, മറിച്ച് നമ്മളുടെ ഒരു എന്താണ് വിശ്വാസം എന്നുള്ള രണ്ടർത്ഥമുള്ള വിശ്വാസം. ട്രസ്റ്റ്. ഓക്കെ, അത് ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു വലിയ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ട്രസ്റ്റ് കരാറാണ് നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നതും നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതും നമ്മൾ നിയമം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
നമുക്ക് മോറലായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ട്രസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമങ്ങളെ സംരക്ഷിച്ച് പോരുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ടെററിസം, ഫാഷിസം അത് വേറൊരു കഥ മാത്രമാണ്. താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കഥ, അതിനെ താങ്കൾക്ക് തെറ്റാന്ന് പറയാൻ പറ്റൂല. എന്റെ ഒബ്ജക്റ്റീവ്ലി അത് ഇഷ്ടമല്ല സുഹൃത്തെ, ഇതുവരെ പറഞ്ഞത് എന്റെ ഇഷ്ടത്തെ കുറിച്ചല്ല. താങ്കൾക്ക് നമ്മൾ വിശ്വസിക്കാൻ പൊതുവിൽ താല്പര്യമില്ലാത്ത വേറൊരു കഥ. എന്റെ വിശ്വാസമോ താങ്കൾക്ക് എന്റെ ഇഷ്ടമോ അല്ല പ്രശ്നം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടെ അംഗീകരിക്കുന്ന ഒരു കഥയിലാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രസ്റ്റ് ചെയ്താലേ ലോകത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന ഒരു സമൂഹത്തിന് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നാണ് ലോകത്ത് എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും കൂടെ തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ കഥകളെ ട്രസ്റ്റ് ചെയ്യുന്നത്. അല്ല, അത് ഇവിടെ വളരെ ഇപ്പോൾ കൃത്യമായിട്ട് യുവാൽ ഹരാരി വിവരിച്ചിട്ടുണ്ട്. യുവാൽ ഹരാരി വിവരിച്ച കഥകൾ തന്നെയാണ് യാഥാർത്ഥ്യം. ഞാനും അത് തന്നെയാണ് അംഗീകരിക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ താങ്കൾ ഒരു വിശ്വാസിയെ മാതിരി മനുഷ്യനെ അപ്ലിഫ്റ്റ് ചെയ്യാണ്. അവനൊരു ഭൗതിക ജീവി മാത്രമല്ല, വേറെന്തോ ഒരു ഭൗതിക ക്വാളിറ്റീസ്. ജീവിയുടെ കാര്യത്തിൽ ഈ മൊറാലിറ്റി വരുന്നില്ല സുഹൃത്തെ. ഭൗതിക ജീവിയുടെ പ്രശ്നമല്ല മൊറാലിറ്റി, മനുഷ്യന്റെ സാമൂഹികതയാണ് മൊറാലിറ്റിയുടെ പ്രശ്നം. അത് ഞാൻ ആദ്യം പറഞ്ഞു. മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് സാംഗത്യമുള്ളത് മനുഷ്യൻ എന്ന ജീവിയുടെ സംഘജീവിതം എന്ന യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിൽ മാത്രമാണ്. അതല്ലാതെ പദാർത്ഥം എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ പ്രകൃതി എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന അർത്ഥത്തിലോ ഒന്നും മൊറാലിറ്റിക്ക് യാതൊരു സാംഗത്യവുമില്ല. താങ്കൾ ഒരു ദ്വീപിൽ, ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ മറ്റാരും ഇല്ലാത്ത ഒരു ലോകത്ത് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് ഒരു മൊറാലിറ്റിയും ആവശ്യമില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ജീവിക്കാം. നേരെ മറിച്ച് ആ ദ്വീപിൽ വേറെ രണ്ടാമതൊരാൾ വരുന്നുവെങ്കിൽ മാത്രമേ അവിടെ മൊറാലിറ്റി ഉദയം ചെയ്യുന്നുള്ളൂ. കാരണം രണ്ടാമതൊരാൾ വരികയും അയാളും താങ്കളും ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കേണ്ടി വരികയും ചെയ്താൽ മാത്രമേ താങ്കളുടെ സ്വാതന്ത്ര്യത്തിന് താങ്കൾ നിയന്ത്രണം വരുത്തേണ്ടതുള്ളൂ. അവിടെയാണ് മൊറാലിറ്റി ആരംഭിക്കുന്നത്. ഇത് കുരങ്ങിന്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് യുവാൽ ഹരാറി വളരെ സുന്ദരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോ താങ്കൾ പറഞ്ഞ ഈ ഐലൻഡിന്റെ എക്സാമ്പിൾ, അവിടെ വേറെ രണ്ടാള് വന്നാൽ അയാൾ കൂടെ ഒരുമിച്ച് ഒരു കോഹാബിറ്റേറ്റ് ചെയ്യുന്ന ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് വേണമെങ്കിൽ അയാളെ ഡോമിനേറ്റ് ചെയ്ത് എന്റെ ആവശ്യങ്ങളെ അയാൾ ഒരു സ്ലേവ് ആക്കി മാറ്റാം. അവിടെ ഇതാണ് ഒബ്ജക്റ്റീവ് മോറൽസ് ഇല്ലാത്ത പ്രശ്നം. അങ്ങനത്തെ ഒരു അതെ, നിർബന്ധം അങ്ങനെ ആയിരുന്നു മുഹമ്മദ് നബിയുടെ ഒക്കെ കാലത്തുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു ഇല്ല. മനുഷ്യൻ പണ്ടല്ല, ഇന്നലെ വരെയും ലോകമഹായുദ്ധങ്ങൾ കാലം വരെയും ലോകത്ത് മനുഷ്യര് മറ്റുള്ളവരെ കീഴടക്കിക്കൊണ്ട് ആധിപത്യം പുലർത്തിക്കൊണ്ട് ഈ ഏകാധിപത്യം പുലർത്തിക്കൊണ്ടൊക്കെ തന്നെ ആയിരുന്നു സർവൈവ് ചെയ്തിരുന്നത്. ആ സർവൈവലിന്റെ നിയമങ്ങളെ നമ്മൾ മാറ്റി എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് നമ്മൾ ഉണ്ടാക്കിയ തീരുമാനമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു കൂട്ടരും ഒരാളെയും അതിക്രമിക്കാൻ പാടില്ല, ഒരു കൂട്ടരും ഇങ്ങനെ കയ്യൂക്ക് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ അതിക്രമം കാണിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പുതിയ കഥ ഉണ്ടാക്കി. ആ കഥ നമ്മൾ എല്ലാവരും കൂടെ അംഗീകരിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും മോറലായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അതല്ലാതെ താങ്കൾ പറയുന്ന പോലെ സ്വതന്ത്ര ചിന്ത എന്നതിന് താങ്കൾ ഇപ്പൊ അർത്ഥം കൊടുക്കുന്ന പോലെ ഓരോ വ്യക്തിയും അവരുടെ മാത്രം നിലനിൽപ്പ് നോക്കിയാൽ സാമൂഹ്യ ജീവിതം സാധ്യമാവില്ല. സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്തുള്ള 700 കോടി മനുഷ്യരും കൂടെ ചേർന്ന് ഉള്ള ജീവിതമാണ് ഇന്ന്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഹിറ്റ്ലർ ചെയ്തതുപോലുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നത് നമ്മൾ പുതിയ കഥയാണ്. അതാണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്ന ഈ പുതിയ സങ്കല്പത്തെ അല്ലെങ്കിൽ പുതിയ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അളവുകോല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരും ഹ്യൂമാനിറ്റി എന്ന അളവുകോലിനെ അംഗീകരിക്കുന്നു. അതൊരു വിശ്വാസമല്ല, അതൊരു ട്രസ്റ്റാണ്, അത് നമ്മളൊരു കരാറാണ്. മനുഷ്യരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ്. ആ കരാറ് ലംഘിച്ച് ഒരാൾ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അയാൾ സമൂഹത്തിൽ നിന്ന് പുറത്താകും. അയാൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ആ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന തിരിച്ചറിവ് ആണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്താൽ വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മളുടെ സർവൈവൽ തന്നെയാണ് ബുദ്ധിമുട്ടിലാവുക. അപ്പൊ താങ്കൾ പറയുന്നത് ഈ ഭൗതികവാദം എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമല്ല. ചില ചീത്തൊരു ആസ്പെക്റ്റും അതിലുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന് പുറത്തുള്ള കാര്യങ്ങളിലല്ലേ ഭൗതികവാദം. സാമൂഹ്യ ജീവിതത്തിന്റെ അല്ലല്ല, ഈ അകത്താണല്ലോ നമ്മൾ സർവൈവൽ ഓഫ് ദ പറയുന്നത്. ഫിറ്റസ്റ്റ് ഒരു നാച്ചുറൽ ലോ അല്ലേ? ഈ താങ്കൾ എന്നല്ലേ പറഞ്ഞത്?
പക്ഷെ അതെല്ലാ നാച്ചുറൽ സോഷ്യൽ ലോകൾക്ക് ഓർഗനൈസേഷനിലും എതിരാണ് സംഭവമാണ്. സുഹൃത്തെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യന്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നതും മനുഷ്യന്റെ മൊറാലിറ്റി എന്ന് പറയുന്നതും മനുഷ്യന്റെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഒക്കെ നാച്ചറിന് വിരുദ്ധമാണ്. നാച്ചർ മനുഷ്യനെ ഉണ്ടാക്കിയത് 100-150 ആളുകൾ മാത്രം സംഘം ചേർന്ന് വേട്ടയാടി ജീവിക്കാനാണ്. അവിടുന്ന് ഇങ്ങോട്ടുണ്ടായ മനുഷ്യന്റെ എല്ലാ വികാസവും നാച്ചറിനെതിരായിട്ടുള്ള വികാസമാണ്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ നാച്ചർ വിരുദ്ധ പ്രവൃത്തി ഏതാണെന്നറിയോ? കൃഷിയാണ്. ആ കൃഷിയോടുകൂടി ആരംഭിച്ചതാണ് നമ്മുടെ പ്രകൃതി വിരുദ്ധ ജീവനം. ആ പ്രകൃതി വിരുദ്ധ ജീവിതത്തിലൂടെയാണ് നമ്മൾ സംസ്കാരമുള്ള ജീവികളായി മാറിയത്. അതനുസരിച്ച് പ്രകൃതിയിലുള്ള എല്ലാ നിയമങ്ങളെയും നമ്മൾ ഇതുപോലെ ഏറ്റുമുട്ടി ഇല്ലാതാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലൂടെയാണ് നമ്മൾ നാഗരീക മനുഷ്യനായിട്ട് മാറിയത്. അതാണ് യുവാൽ ഹരാരി വളരെ സുന്ദരമായിട്ട് ലളിതമായിട്ടും ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എനിക്ക് മനസ്സിലായത് ജബ്ബാർ മാഷ് അങ്ങനെ അപ്പൊ ഒരു പാർഷ്യൽ മെറ്റീരിയലിസ്റ്റ് ആണ്, അങ്ങനെ ഫുള്ളി മെറ്റീരിയലിസം അഡോപ്റ്റ് ചെയ്തിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഫുള്ളി ഏത്തിസ്റ്റ് അല്ല, ഈ ഫുള്ളി ജബ്ബാർ മാഷ് റാഡിക്കലിസ്റ്റ് എന്ന് അല്ല. ഇപ്പൊ പറയുന്ന താങ്കൾ മനുഷ്യൻ, പറഞ്ഞു ഞാൻ ഈ ഫുള്ളി ജബ്ബാർ മാഷ് മെറ്റീരിയലിസ്റ്റ് എന്ന് അല്ല. പറയുന്ന, നോക്കൂ കേൾക്കൂ. ജബ്ബാർ അല്ല, മാഷ് എന്ന് താങ്കൾ പറയുന്ന മനുഷ്യൻ ഇവിടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതും എന്റെ സർവൈവൽ എന്ന് പറയുന്നതും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലക്കാണ്. അല്ലാതെ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജന്തു അല്ല. കൂട്ടമായി ജീവിക്കുന്ന ഒരു ജന്തുവാണ്. എന്റെ കൂട്ടം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചേർന്ന കൂട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റിയെ കുറിച്ചും ഹ്യൂമനിസത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഈ ജബ്ബാർ മാഷി എന്ന വ്യക്തിയുടെ ജീവിതം പോലും യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഇന്നത്തെ സാമൂഹ്യ ഘടനയ്ക്കനുസരിച്ച് ഞാൻ എല്ലാവരുമായും സഹകരിച്ച് എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാനൊരു മോറൽ ജീവിയായി നിലനിൽക്കുന്നതും ഞാൻ ഈ ഗോത്രകാലത്തെ മൊറാലിറ്റിയെ കളിയാക്കുന്നതും. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ എൻഡ് ചെയ്യാ. ഒരു ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഞാൻ എൻഡ് ചെയ്യാ. ഇവിടെ ജബ്ബാർ മാഷ് പറഞ്ഞു എവല്യൂഷന്റെ എല്ലാ നിയമങ്ങളും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റില്ല, ചില സമയത്ത് അതുകൊണ്ട് തിന്മ ഉണ്ടാവാൻ കാരണമില്ല. എവല്യൂഷന്റെ നിയമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന നിയമമല്ല സുഹൃത്തെ, അത് പ്രകൃതിയിലുള്ള നിയമമാണ്. അതല്ല പ്രകൃതിയിലുള്ള നിയമങ്ങളെ അതല്ല നമ്മൾ പ്രകൃതിയിലെ ഉണ്ടാക്കിയതല്ല. അല്ല, ഞാൻ സംസാരിക്കട്ടെ. ആ ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. പറയൂ അപ്പൊ പറയൂ പ്രകൃതി പറയൂ. നിയമം, പ്രകൃതിയിലെ എല്ലാ നിയമം അങ്ങനെ എല്ലാ സമയത്തും അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂല. ചില സമയത്ത് നമ്മൾ തന്നെ മാറ്റണം. ഇതെല്ലാ ഡാർവിനിസ്റ്റുകളും മെറ്റീരിയലിസ്റ്റുകളും കേട്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻഡ് ചെയ്യാം. എന്റെ ഇല്ല. പ്രകൃതിയിലെ കേൾക്കുന്നില്ല. പ്രകൃതിയിലെ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് മനുഷ്യന്റെ സിവിലൈസേഷൻ രൂപപ്പെട്ടതും വികസിച്ചു വന്നതും. നമ്മൾ ഈ പറയുന്ന എല്ലാ മൊറാലിറ്റിയും പ്രകൃതിക്ക് എതിരാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയല്ല, അതല്ലെങ്കിൽ ഡാർവിൻ പറഞ്ഞത് എന്താണ്? ഡാർവിൻ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോളൂ എന്നല്ലല്ലോ പറഞ്ഞത്. ഡാർവിൻ പ്രകൃതിയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം ഇന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ഒരു ഉണങ്ങിയ തേങ്ങ വീണു, നിങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ അത് ന്യൂട്ടന്റെ കുറ്റമല്ലല്ലോ, ഐസക് ന്യൂട്ടൺ കാരണമല്ലല്ലോ തേങ്ങ നിങ്ങളുടെ തലയിൽ വീണത്. ഐസക് ന്യൂട്ടൺ എന്താ കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് തേങ്ങ താഴേക്ക് വീഴുന്നതിന്റെ ഭൗതികമായ കാരണം ഇന്നതാണ് എന്ന് മാത്രമാണ്. അതിന് നിങ്ങൾ തേങ്ങ തലയിൽ വീണതിന് ഐസക് ന്യൂട്ടന്റെ കുറ്റം പറയുന്നത് പോലെയാണ് പരിണാമം പറഞ്ഞതിന് ഡാർവിനെ കുറ്റം പറയുന്നത്. മനസ്സിലായോ? ഇല്ല, ഞാൻ ഇവിടെ ഒന്നിനും കുറ്റം പറയില്ല. എനിക്ക് മാഷ് പറഞ്ഞ പൊസിഷൻ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വെൽ. ഞാൻ പറഞ്ഞത്, മാഷ് പറഞ്ഞു നാച്ചുറൽ ലോസ് ഒരു സൊസൈറ്റിയും സിവിലൈസ്ഡ് സൊസൈറ്റിയും ഉണ്ടാക്കാൻ എപ്പോഴും പറ്റില്ല. ഇത് മെറ്റീരിയലിസം ആണ്, ഫിലോസോഫിക്കൽ മെറ്റീരിയലിസത്തിൽ അഗെയിൻസ്റ്റ് ഒരു ആർഗ്യുമെന്റ് ആണ് ഇപ്പൊ മാഷ് ഉന്നയിച്ചത്. അത്രേ ഉള്ളൂ. ഞാൻ എൻഡ് ചെയ്യാം. അല്ല, ഫിലോസഫിക്കൽ മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ വൈക്കോലുണ്ടല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയ വൈക്കോലുണ്ടെ അല്ലല്ല, കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ലീഡേഴ്സ് റിച്ചർഡ് ഡോക്കിൻസിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന സംഗതിയാണ്. ഈ ഫിലോസോഫിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലിസം പരിപാടി ഇല്ല. ഡോക്കിൻസ് പ്രൊപ്പഗേറ്റ് സ്വതന്ത്ര ചെയ്യുന്ന സംഗതിയാണ്. ചിന്തകർക്ക് ലീഡേഴ്സ് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കാം. ഞങ്ങൾക്ക് പ്രവാചകനും കിതാബും ഒന്നും ഇല്ല. ഞങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ച് ഇതുപോലെ എല്ലാ കിതാബുകളും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നാധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരാണ് സ്വതന്ത്ര ചിന്തകർ. അല്ലാതെ നമ്മൾ കിതാബ് നോക്കിയിട്ട് ഡോക്കിൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡോക്കിൻസ് എത്ര പെണ്ണെട്ടിക്കണമെന്ന് നോക്കിയിട്ട് എത്ര പെണ്ണെട്ടാൻ നടക്കുന്നവരല്ല ഞങ്ങള്. അത് ആദ്യം അല്ല, അതിന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞേ, ഈ ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞ ഫിലോസഫിക്ക് ഒരു ഒബ്ജക്റ്റീവായ ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ള അത്രേ ഉള്ളൂ. താങ്കൾ സമ്മതിച്ചു? നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു പോയിക്കോളല്ല. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് മനുഷ്യൻ എന്തിനാണ് മോറലായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലായോ? മനുഷ്യൻ മോറലായിട്ട് മനുഷ്യന് ജീവിക്കുന്നത് മോറലായിട്ട് മനുഷ്യരുടെ ജീവിക്കാൻ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഒബ്ലിഗേഷൻ ഇല്ല. മനുഷ്യർ ഹലോ, ഡാർവിൻ എവല്യൂഷനിസ്റ്റുകൾ ഇതൊന്നും പറയലില്ല.
അവർ അത് പറഞ്ഞത് എന്റെ സർവൈവൽ കുറ്റമല്ല. അത് ഇത് നിങ്ങൾ അത് ആവശ്യമുള്ളിടത്ത് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുന്നതിന്റെ കുഴപ്പമാണ്. ഞങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ യുക്തിവാദം പറഞ്ഞു വന്നത് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. മനസ്സിലായോ? മനുഷ്യന്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടന്ന ഒരു നാടാണ് ഈ കേരളം. 100 കൊല്ലം മുമ്പ് ഇവിടെ മനുഷ്യന് ആരാധനാ സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം, വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള ഏറ്റവും മൗലികമായ അവകാശത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ. ആ സ്വതന്ത്ര ചിന്തകരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനമൊക്കെ ഉണ്ടായത്. ആ പ്രസ്ഥാനത്തിലൂടെ നിന്നുകൊണ്ട് കേരളത്തിലെ മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനെല്ലാം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതല്ല യുക്തിവാദം, ഇതല്ല സ്വതന്ത്ര ചിന്ത വേറെന്തോ ആണ്, അമ്മയെ പോയിക്കലാണ്, പെങ്ങളെ പോയിക്കലാണ് എന്നുള്ള വൈക്കോലുണ്ടയൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ ഗോത്രകാലത്തെ അന്ധവിശ്വാസത്തെ താങ്ങി പിടിച്ചുകൊണ്ട് അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ ഞങ്ങളെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന കൃത്രിമമായ അഭ്യാസങ്ങളാണ് ഇതെല്ലാം. അത് മനസ്സിലാക്കുക. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളൊന്നല്ല. ഞങ്ങൾ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരാണ്, ഈ സമൂഹത്തിൽ മാന്യമായി പെരുമാറുന്നവരാണ്, എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കും സന്തോഷത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിന് തടസ്സം നിൽക്കുന്ന ചില സാധനങ്ങൾ, ചില ഡോഗ്മകളുണ്ട്, ചില കീറാമുട്ടികൾ. ആ കീറാമുട്ടികളാണ് മതങ്ങള്, വിശ്വാസങ്ങള്. ആ മതങ്ങളും വിശ്വാസങ്ങളും ഉള്ളത് കൊണ്ടാണ് മനുഷ്യർ ഇന്നും ഗോത്രകാലത്തിന്റെ ധാർമ്മികതയെ പേറിക്കൊണ്ട് നടക്കുന്നത്. അവരെ ശരിയായ മനുഷ്യരാക്കി മാറ്റണമെങ്കിൽ അവരെ ആ ഗോത്ര ധാർമ്മികത ബോധത്തിൽ നിന്നും മാറ്റിയെടുക്കണം. അതിന് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നതായ അന്ധവിശ്വാസങ്ങൾ, ഈ കിതാബ്, പ്രവാചകൻ, ദൈവം തുടങ്ങിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാതെ അവരെ നല്ല മനുഷ്യരാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. താങ്കൾ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുന്ന കാര്യങ്ങളാണ്, മതപ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം കേട്ടപ്പോൾ താങ്കൾക്ക് ഞങ്ങൾ പരിഹസിക്കുകയാണ് എന്ന് തോന്നാൻ കാരണം താങ്കളുടെ ധാർമ്മിക ബോധം താങ്കളുടെ കിതാബിന്റെയും പ്രവാചകന്റെയും ഒക്കെ ധാർമ്മിക ബോധത്തെക്കാൾ എത്രയോ ഉയരത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് അത് പരിഹാസമായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ വായിച്ച കാര്യമൊന്നും, അടിമപ്പെണ്ണിന്റെ കാര്യമൊന്നും വായിക്കുമ്പോൾ ആർക്കും വിഷമമൊന്നും തോന്നൂലായിരുന്നു. ആ വിഷമം തോന്നൂല എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ എഴുതിയ കാലത്ത് കച്ചവടത്തിന്റെയും പണയത്തിന്റെയും ഒക്കെ ഉദാഹരണമായിട്ട് അടിമക്കച്ചവടം എഴുതി കൊടുത്തത്. ഇന്ന് അടിമക്കച്ചവടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാൻ കാരണം ആ കാലഘട്ടമൊക്കെ മാറി, ആ മൊറാലിറ്റി ഒക്കെ പോയി എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് പ്രവാചകന്റെ ഒന്നും കാലത്ത് ആ മൊറാലിറ്റി ഒന്നും പോയിട്ടില്ല. അതൊക്കെയായിരുന്നു മൊറാലിറ്റി. കാരണം ഒരു ഗോത്രത്തിനകത്തുള്ള മനുഷ്യർ തമ്മിൽ മാത്രമേ സാമൂഹികമായ നീതിബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തൊട്ടടുത്ത ഗോത്രക്കാരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനും അവരുടെ പെണ്ണുങ്ങളെ കൊള്ളയടിക്കാനും പോകുന്നത് ഒരു ഇമ്മോറലായ ആക്ടിവിറ്റി ആണ് എന്ന് പ്രവാചകൻ തോന്നിയില്ല. പ്രവാചകന് കിതാബ് കൊണ്ടുവന്ന ജിബ്രീലിന് തോന്നിയില്ല. ആ കിതാബ് കൊടുത്തയച്ച അള്ളാഹുവിനും തോന്നിയില്ല. കാരണം ഇവരൊക്കെ ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രാകൃത ബുദ്ധിയിൽ നിന്ന് ഉദയം ചെയ്ത പഴയ കഥകളാണ്. ആ പഴയ കഥകൾ കാലഹരണപ്പെട്ടു എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് പുതിയ കഥകളുടെ പിന്നാലെ പോകാം. പുതിയ കഥകളെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് തിരുത്തുകയും പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്കുണ്ട്. അതാണ് കിതാബിനെയും പ്രവാചകനെയൊക്കെ ഒഴിവാക്കിയിട്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം.